ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി പഴംപൊരിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് പഴംപൊരി. ഇത് മൈദപ്പൊടിയിലും ഉണ്ടാക്കാറുണ്ട്, ചിലവർ ദോശമാവിലുണ്ടാക്കും, ഗോതമ്പിലുണ്ടാക്കും. ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് മാവ് യൂസ് ചെയ്തിട്ടാണ്. ഇതിനാവശ്യമായി വേണ്ടത് 1.5 ഗ്ലാസ് ഗോതമ്പ് മാവ്, 2 ടീസ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 3 സ്പൂൺ പഞ്ചസാര, ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ എന്നിവയാണ്. ഈ പൊടികളെല്ലാം നന്നായി ഇട്ട് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം കൂടാൻ പാടില്ല. നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ലൂസായി വരും, അലിയും തോറും കുറച്ച് ലൂസായിട്ട് വരും. അപ്പം നമ്മളത് നന്നായി ശ്രദ്ധിക്കണം. വേഗം ചിലപ്പം വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട്. ഇതേ ഒരു ഒഴുക്കിൽ വേണം മാവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇതിൻ്റെ മെയിൻ ആൾ പറയുന്നത് നേന്ത്രപ്പഴമാണ്. ഇത് നടുകെ കട്ട് ചെയ്ത് 3 പീസാക്കി എടുക്കും. ചിലവരൊക്കെ നീളത്തിൽ 3 പീസാക്കി എടുക്കും. അത് നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ പാൻ വെച്ച് നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ പഴംപൊരി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി അറിയാൻ വേണ്ടി നമുക്കൊരു നുള്ള് ആദ്യമൊക്കെ ഒരു ഡ്രോപ്സൊക്കെ ഇറ്റിച്ച് നോക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ പഴംപൊരി ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അത് പുറം മറച്ചിടണം. എല്ലാ ചായക്കടയിലും മെയിനായിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ പഴംപൊരി. അതില്ലാത്ത ചായക്കട ഉണ്ടാവില്ല. കുറച്ച് കൂടുതൽ എണ്ണയിൽ നമ്മൾ ഒന്ന് മുക്കി പൊരിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് തന്നെ. നമ്മൾ എണ്ണ കുറച്ച് കുറവ് യൂസ് ചെയ്യുമ്പോൾ എണ്ണ കുറേ കുടിക്കണ പോലെയാണ്. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഗോതമ്പിലുണ്ടാക്കിയപ്പോൾ മൈദയിൽ ഉണ്ടാക്കണേക്കാട്ടി ഒരു ടേസ്റ്റും ഒരു ക്രിസ്പിയൊക്കെ എനിക്ക് തോന്നി. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.